ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൈമാൻ ടെക്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 മാത്സിന്റെ ലാസ്റ്റ് ചാപ്റ്ററായ പ്രോബബിലിറ്റിയുടെ ലാസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് നമ്മൾ തേർഡ് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ തേർഡ് എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് കാൺ ബി വാലിഡ് അസൈൻമെന്റ് ഓഫ് പ്രോബബിലിറ്റീസ് ഫോർ ഔട്ട്കംസ് ഓഫ് സാമ്പിൾ സ്പേസ് SC = നമുക്കൊരു സാമ്പിൾ സ്പേസ് തന്നിട്ടുണ്ട്. W1, W2, W3, W4, W5, W6 ആൻഡ് W7. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന സാമ്പിൾ സ്പേസ്. നമ്മളോട് ചോദിച്ചേക്കുന്നത്, നമുക്ക് കുറച്ച് അസൈൻമെന്റ്സ് തന്നിട്ടുണ്ട്, കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ ഓരോ W1, W2 അങ്ങനെ ഈ സാമ്പിൾ പോയിന്റ്സ് ഇല്ലേ, W1 to W7, അതിനെല്ലാത്തിനും ഓരോ സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിനാണ് ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത്. അത് വാലിഡ് അസൈൻമെന്റ് അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ തന്നേക്കുന്നത് എ തന്നേക്കുന്നത് 0.1, W1ന് 0.1, 0.01, 0.5, 0.05, 0.03, 0.01, W6 0.2, W7 0.6. ഓക്കെ, ഇത്രയും വാല്യൂസ് ആണ് ഫസ്റ്റ് സെറ്റിൽ തന്നേക്കുന്നത്. ഇത് വാലിഡ് അസൈൻമെന്റ് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് W1 to W7 വരെയുള്ള സാമ്പിൾ പോയിന്റ്സിന് അസൈൻ ചെയ്തേക്കുന്ന വാല്യൂ ആണിത്. അത് വാലിഡ് ആണോ അല്ലയോ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇങ്ങനെ തരുമ്പം ആ അസൈൻമെന്റ്സ് വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തന്നേക്കുന്ന വാല്യൂസ് ഉണ്ടല്ലോ, ആ വാല്യൂസ് എല്ലാം നമുക്ക് P(Wi) എന്ന് എടുക്കാം. അതെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആവണം. ഓക്കെ, അതെല്ലാം ലെസ് ദാൻ 1 ആവണം ആൻഡ് ഓൾസോ പോസിറ്റീവും ആവണം. വാല്യൂസ് എല്ലാം പോസിറ്റീവും ആവണം, 1നേക്കാളും ലെസ്സും ആവണം. പിന്നെയുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സം എടുക്കുമ്പം ഈക്വൽ ടു 1 വരണം. ഓക്കെ, സം എടുക്കുമ്പം ഈക്വൽ ടു 1 വരണം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് അസൈൻമെന്റ് ഈസ് വാലിഡ് അസൈൻമെന്റ്. അതായത് വാല്യൂസ് എല്ലാം ലെസ് ദാൻ 1 ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, പിന്നെ സം എടുക്കുമ്പം 1 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് അസൈൻമെന്റ് ഈസ് വാലിഡ്. ഇവിടെ എല്ലാ വാല്യൂസും എങ്ങനെയാണ്, പോസിറ്റീവ് ആണ് ആൻഡ് ലെസ് ദാൻ 1 ആണ്. ഇനി നമ്മൾ സം എടുത്ത് നോക്കുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0.8, 0.81, 0.84, 0.89, 0.91. ഓക്കെ, ആഡ് ചെയ്തപ്പോൾ സമ്മ് 1 എന്ന് കിട്ടി. സോ ദിസ് ഈസ് എ വാലിഡ് അസൈൻമെന്റ്. ഇനി നെക്സ്റ്റ് വൺ തന്നേക്കുന്നത് നോക്കാം. 1/7, 1/7, W3 1/7, W4 1/7, W5, ഇതെല്ലാം 1/7 തന്നേക്കുന്നത്. എല്ലാം പോസിറ്റീവ് ആണ് ആൻഡ് ലെസ് ദാൻ 1 ആണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. സോ ദിസ് ഈസ് ഓൾസോ എ വാലിഡ് അസൈൻമെന്റ്. നെക്സ്റ്റ് വൺ, ഇനി ഒരെണ്ണം കൂടി ചെയ്യാം കേട്ടോ. 2 കൂടി ചെയ്യാം. മൊത്തം 5 അതിലൊരു 4 ഞാൻ ഇവിടെ ചെയ്യാം. -0.1, 0.2, 0.3, 0.4, -0.2, 0.1, 0.3. ഈ അസൈൻമെന്റ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കുമ്പോൾ തന്നെ അറിയാം നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. സോ ദിസ് ഈസ് നോട്ട് എ വാലിഡ് അസൈൻമെന്റ്. നെക്സ്റ്റ് വൺ, 1/14, 2/14, 3/14, 4/14, 5/14, 6/14 ആൻഡ് 15/14. ഒരു വാലിഡ് അസൈൻമെന്റ് ആണോ എന്ന് നോക്കണം. നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു കാര്യം അറിയാം, 15/14 ഈസ് നോട്ട് ലെസ് ദാൻ 1. സോ ഇത് ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ദിസ് ഈസ് നോട്ട് എ വാലിഡ് അസൈൻമെന്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് വാലിഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കാർഡ് സെലക്ടഡ് ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്. ഒരു 52 കാർഡുള്ള ഒരു പാക്കിൽ നിന്നും ഒരു കാർഡ് എടുത്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പോയിന്റ്സ് ആർ ദെയർ ഇൻ ദ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസിൽ എത്ര പോയിന്റ്സ് ഉണ്ടാവും? 52 കാർഡ്സ് ആണുള്ളത്. സോ എത്ര പോയിന്റ്സ് ഉണ്ടാവും? 52 പോയിന്റ്സ്. ബി പാർട്ടി ചോദിച്ചേക്കുന്നത്, കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഈസ് ആൻ ഏസ് ഓഫ് സ്പേഡ്. സ്പേഡിന്റെ ഏസ് ആവാനുള്ള പ്രോബബിലിറ്റി. സ്പേഡിന്റെ ഏസ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒറ്റ കാർഡല്ലേ ഉള്ളൂ. 13 സ്പേഡ്സ് ഉണ്ട്, അതിൽ ഒരെണ്ണം കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, സോ 1/13.
നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ കാർഡ് ഈസ് ആൻ എയ്സ്. അതിൽ ഫസ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് കാർഡ് ഈസ് ആൻ എയ്സ് ആവാനുള്ള പ്രോബിലിറ്റി. ടോട്ടൽ എത്ര എയ്സ് ഉണ്ട്? 4 എയ്സ് ഉണ്ട് ഔട്ട് ഓഫ് 52 കാർഡ്സിൽ. സോ ദ പ്രോബിലിറ്റി ഈസ് 1/13. ബ്ലാക്ക് കാർഡ് ആവാനുള്ള പ്രോബിലിറ്റി ടോട്ടൽ 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട് ഔട്ട് ഓഫ് 52 കാർഡ്സ്. സോ ദ പ്രോബിലിറ്റി ഈസ് 1/2. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എ ഫെയർ കോയിൻ ടോസ്റ്റ് 4 ടൈംസ്. ഒരു കോയിൻ, ഫെയർ കോയിൻ എന്ന് പറഞ്ഞാൽ സാധാ കോയിൻ തന്നെ, കോയിൻ ടോസ്റ്റ് 4 ടൈംസ് ടോസ് ചെയ്തു. ആൻഡ് എ പേഴ്സൺ വിൻ ₹1 ഫോർ ഈച്ച് ഹെഡ് ആൻഡ് ലൂസ് 1.5 ഫോർ ഈച്ച് ടെയിൽ ടേൺ. From the sample space, calculate how many different amounts of money you can have after 4 tosses and the probability of having each of these amount. അപ്പം നമുക്ക് 4 കോയിൻ ടോസ് ചെയ്തു. അപ്പോൾ ഹെഡാണ് വരുന്നതെങ്കിൽ ഒരു കോയിൻ 1 രൂപ കിട്ടും, ഗെയിനാണ്. ടെയിലാ വരുന്നതെങ്കിൽ 1.5 രൂപ ലൂസ് ആവും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എത്ര ഡിഫറെൻറ്റ് എമൗണ്ട്സ് ഓഫ് മണി നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ആഫ്റ്റർ 4 ടോസസ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് അത് കിട്ടാനുള്ള പ്രോബിലിറ്റിയും കൂടി നോക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സാമ്പിൾ സ്പേസ് എഴുതുക. ഓക്കെ. 4 കോയിനാണ് ടോസ് ചെയ്യുന്നത്. സോ HH 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 HT HH TH HT HH TH HH. Then TT HH TH 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 HT. Then HT TH HT HT. Then HH TT. Then 0 ടെയിൽ വരാനുള്ള ഇത് എഴുതി, 1 ടെയിൽ വരുന്നത് എഴുതി, 2 ടെയിൽസ് വരുന്നത് എഴുതി. ഇനി 3 ടെയിൽസ് വരുന്നത് HTTT THTT TTHT TTTH then TTTT. ഓക്കെ. ടോട്ടൽ എത്ര പോയിന്റ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 സാമ്പിൾ പോയിന്റ്സ് ആണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് 4 ഹെഡ് വരുവാണെങ്കിൽ എത്ര രൂപ കിട്ടും? ഹെഡ് വരുവാണെങ്കിൽ 1 rupees ഗെയിനും ടെയിൽ വരുവാണെങ്കിൽ 1.5 ലൂസും ചെയ്യും. അപ്പോൾ 4 ഹെഡ് വരുവാണെങ്കിൽ 4 × 1 4 രൂപ ഗെയിനാണ്. ഓക്കെ. ഇനി 3 ഹെഡും 1 ടെയിലും അങ്ങനെയാണെങ്കിൽ 3 × 1 3 മൈനസ് 1.5. അപ്പോൾ എന്തുവരും? 1.5 അത്രയും ഗെയിനാണ്. ഓക്കെ. ഇനി 2 ഹെഡും 2 ടെയിലും അപ്പോൾ എന്തുവരും? 2 × 1 is 2 മൈനസ് 2 × 1.5 is 3. -1 ഒന്നും വരില്ല, അതായത് 1 rupees ലൂസ് ആവും. ഓക്കെ. ഞാൻ ഒന്നുകൂടെയും പറഞ്ഞുതരാം. 2 ഹെഡ് ആവുമ്പം ഹെഡ് വരുമ്പം 1 രൂപ നമുക്ക് കിട്ടും, ടെയിൽ വരുമ്പം 1.5 രൂപ നമുക്ക് പോവും. അതായത് ഇവിടെ നമുക്ക് രണ്ടിടത്തും ഗെയിൻ ആയിരുന്നു, ഇവിടെ വരുമ്പോൾ ലോസ് ആണ് വരുന്നത്. കാരണം എന്താണ്? 2 ഹെഡും 2 ടെയിലും ആണ്. 2 × 1 is 2 2 × 1.5 is 3. ഇപ്പം 2 - 3 വരുമ്പം നമുക്ക് -1 ആണ് വരുന്നത്. -1 രൂപ എന്ന് നമ്മൾ പറയില്ലല്ലോ, അതായത് അവിടെ ലോസ് ആണ് സംഭവിച്ചത്. സോ 1 rupees ലോസ് ആണ്. ഓക്കെ. ദെൻ 1 ഹെഡും 3 ടെയിലും അപ്പം അങ്ങനെ വേണ്ടിയാണെങ്കിൽ 1 - 3 × 1.5 ദാറ്റ് ഈസ് 4.5 ദാറ്റ് ഈസ് 3.5 rupees ലോസ് ആണ്. ഓക്കെ. ദെൻ 4 ടെയിൽ വരുവാണെങ്കിൽ 4 × 1.5 ദാറ്റ് ഈസ് 6 rupees എന്താണ്? ലോസ് ആണ്. ഓക്കെ. ദെൻ നമുക്ക് ഇത് ഓരോന്നും വരാനുള്ള പ്രോബബിലിറ്റി നോക്കണം. അപ്പോൾ ഇതിനെ എന്ന് എടുക്കുകയാണ്, ഇതിനെ ബിന്ന് എടുക്കുകയാണ്, ഇത് സി, ഇത് ഡി, ഇത് ഇ. ഓക്കെ. അപ്പോൾ പി ഓഫ് എ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 ഹെഡ്സ്. 4 ഹെഡ്സ് വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഒറ്റ പോയിന്റ് അല്ലേ ഉള്ളൂ. സോ 1/16. പി ഓഫ് ബി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ഹെഡ് ആൻഡ് 1 ടെയിൽ. 3 ഹെഡും 1 ടെയിലും വരുന്ന എത്ര ഉണ്ട്? 4 ആണുള്ളത്. സോ 4/16 ദാറ്റ് ഈസ് 2/8. ഓക്കെ. ദെൻ
4 by 16, that is 1 by 4. Okay. Then next one is P of C, that is 2 head and 2 tail. അങ്ങനെ വരുന്നത് എത്രയുണ്ട്? 1 2 3 4 5 6. 6 ഉണ്ട്. 6 by 16, that is 3 by 8. Then 1 headും 3 tailും. 1 2 3 4. 4 by 16, that is equal to 1 by 4. 4 tail ഒരെണ്ണമുള്ളൂ, that is also 1 by 16. Okay. Next question, a letter is chosen at random from the word assassination. Okay, assassination എന്ന് പറഞ്ഞ വേർഡ്, അതിൽ നിന്നും ഒരു ലെറ്റർ റാൻഡം ആയിട്ട് ചൂസ് ചെയ്തു. Find the probability that the letter is a vowel. Vowel ആവാനുള്ള പ്രോബബിലിറ്റി ആൻഡ് ഓൾസോ കൺസണന്റ് ആവാനുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് വേണ്ടത്. ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 3 6 9 12 13 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ എത്ര വവൽസ് ഉണ്ട്? 1 2 3 4 5 6 6 വവൽസ് ഉണ്ട്. സോ വവൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 6 by 13. കൺസണന്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? ഒന്നല്ലെങ്കിൽ എണ്ണി നോക്കുക, അല്ലെങ്കിൽ നമുക്ക് 1 - 6 by 13 ചെയ്താൽ മതിയല്ലോ. ദാറ്റ് ഈസ് 7 by 13. ഓക്കെ. Then next question, in a lottery a person chooses 6 different natural numbers at random from 1 to 20. ഒരു ലോട്ടറിയിൽ 1 to 20 വരെയുള്ള ഡിജിറ്റ്സ് ആണുള്ളത്, നമ്പേഴ്സ് ആണുള്ളത്. സോ ഒരാൾ 6 ഡിഫറെൻറ്റ് നാച്ചുറൽ നമ്പേഴ്സ് റാൻഡം ആയിട്ട് ചൂസ് ചെയ്തു. ആൻഡ് ഇഫ് ദീസ് 6 numbers match with 6 numbers already fixed by the lottery committee, he wins the prize. അപ്പോൾ അയാൾ ചൂസ് ചെയ്ത 6 numbers ഓൾറെഡി ലോട്ടറി കമ്മിറ്റി ഫിക്സ് ചെയ്ത 6 നമ്പേഴ്സുമായിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ he will win. ഓക്കെ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് ദ പ്രൈസ് ഇൻ ദ ഗെയിം? അങ്ങനെയാണെങ്കിൽ ആ ഗെയിമിൽ പ്രൈസ് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ നമ്മൾ സെലക്ഷൻ ആണല്ലേ, സോ നമുക്കറിയാം എന്തായിരിക്കും, കോമ്പിനേഷൻ ആണ് ചെയ്യേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് വേസ്, അപ്പം 6 ഡിഫറെൻറ്റ് നമ്പേഴ്സ് 1 to 20 എന്ന് പറഞ്ഞ നമ്പേഴ്സിൽ നിന്ന് ചൂസ് ചെയ്യാണ്. ഓക്കെ. അപ്പം എത്ര വേസിൽ, എത്ര നമ്പർ ഓഫ് വേസിൽ നമുക്ക് ചൂസ് ചെയ്യാം? 20യിൽ നിന്ന് 6 നമ്പേഴ്സ്, ദാറ്റ് ഈസ് 20 C6 വേസിൽ നമുക്ക് ചൂസ് ചെയ്യാം. ദാറ്റ് ഈസ് 20 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 14 ഫാക്ടോറിയൽ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കാട്ടോ. ഞാൻ വലിയ നമ്പർ ആയതുകൊണ്ട് ഡയറക്റ്റ് ചെയ്താണ് 38760 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ. ദെൻ ഓൾറെഡി ഒരു കണ്ടീഷൻ, ഇത്രയും നമ്പർ ഓഫ് വേസിൽ നമുക്ക് 6 നമ്പേഴ്സ് ചൂസ് ചെയ്യാം. അതിലേതോ ഒരു വേയിൽ ലോട്ടറി കമ്മിറ്റി ഓൾറെഡി ചൂസ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 divided by 38760. ഓക്കെ. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലോട്ടറി വിൻ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈവൻസ് E and F are such that P of not E or not F is equal to 0.25. Okay. P of not E or not F is equal to 0.25. State whether E and F are mutually exclusive. Eയും Fഉം mutually exclusive ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ P of not E or not F. Not E എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് E കോംപ്ലിമെൻറ്റ്. നോട്ട് F എന്ന് പറയുമ്പം F കോംപ്ലിമെൻറ്റ്. ഇടയ്ക്ക് വന്നേക്കുന്നത് എന്താണ്? ഓർ. ഓർ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഇൻ്റർസെക്ഷൻ, സോറി യൂണിയൻ. ആൻഡ് വന്നു കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷൻ. സോ P of E കോംപ്ലിമെൻറ്റ് യൂണിയൻ F കോംപ്ലിമെൻറ്റ് ഈസ് 0.25. ഇതിനെ P of E ഇൻ്റർസെക്ഷൻ F ഓൾ കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് 0.25. അപ്പോൾ P of E ഇൻ്റർസെക്ഷൻ F ഓൾ കോംപ്ലിമെൻറ്റിനെ നമുക്ക് 1 minus P of E intersection F എന്ന് എഴുതാം. ദാറ്റ് ഈസ് 0.25. ഓക്കെ. സോ P of E intersection F എന്ത് വരും? 1 minus 0.25, ദാറ്റ് ഈസ് 0.75. ഓക്കെ. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 5 അല്ലേ? P of E intersection F ഒരു വാല്യൂ ഉണ്ട്. സോ ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 5. സോ E and F are not mutually exclusive. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ഇത് ഒന്ന് മാറ്റിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ എക്സസൈസിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ് 30 ഓപ്റ്റഡ് ഫോർ NCC, 32 opted for NSS and 24 opted for both NCC and NSS. If one of these students is selected at random, അതായത് 60 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ്സിൽ 30 പേര് NCCക്കും 32 പേര് NSSനും 24 പേര് രണ്ടിനും ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഒരു സ്റ്റുഡൻറ്റിന് നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് ഫോർ NCC ഓർ NSS, അങ്ങനെ 3 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് സബ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യണം. A be the event that the student is choosing NCC.
then B be the event that the student is choosing NSS. Okay. അപ്പോൾ P of A എന്താണ്? P of A ടോട്ടൽ 60 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ 30 പേരാണ് NCC ഓപ്റ്റ് ചെയ്യുന്നത്. സോ P of A is equal to 30/60, that is equal to 1/2. Okay. Then P of B എന്ത് വരും? P of B ടോട്ടൽ 60 സ്റ്റുഡൻസ്, അതിൽ 32 ആണ് ഓപ്റ്റഡ് ഫോർ NSS. സോ 32/60. അപ്പോൾ എന്ത് വരും? 16/30, 16/30, then 8/15. Okay. Then first one ചോദിച്ചിരിക്കുന്നത് the student opted for NCC or NSS. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി തന്നിട്ടുണ്ട്, രണ്ടും NSSഉം NCCയും രണ്ടും കൂടി ചൂസ് ചെയ്തേക്കുന്നവര്. അപ്പോൾ P of A ഇന്റർസെക്ഷൻ B നമുക്കറിയാം, A ആൻഡ് B രണ്ടും ചൂസ് ചെയ്തു. അപ്പോൾ ആൻഡ് ആണ് വരുന്നത്. ആൻഡ് എന്ന് പറയുമ്പോൾ ഇന്റർസെക്ഷൻ ആണ്. ദാറ്റ് ഈസ് 24/60. അപ്പോൾ എന്ത് വരും? 6/15, 2/5. ഓക്കെ. ദെൻ ഫസ്റ്റ് വൺ ചോദിച്ചേക്കുന്നത് the student opted for NCC or NSS. That is P of A or B. Or എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? യൂണിയൻ. ഓക്കെ. P of A യൂണിയൻ B എന്ന് പറഞ്ഞാൽ P of A plus P of B minus P of A intersection B. That is 1/2 plus 8/15 minus 2/5. ഓക്കെ. അപ്പോൾ എന്ത് വരും? 1/2 plus 2/15. എന്ത് വരും? 19/30. ഓക്കെ. Then next one, the student opted for neither NCC nor NSS. രണ്ടും ചൂസ് ചെയ്തിട്ടില്ലാത്തവര്, രണ്ടും ചൂസ് ചെയ്തിട്ടില്ല. അതായത് P of not A and not to B. ഓക്കെ. അപ്പം അതെന്ത് വരും? P of not A എന്ന് പറയുമ്പോൾ A കോംപ്ലിമെന്റ്, നോട്ട് ബി എന്ന് പറയുമ്പോൾ ബി കോംപ്ലിമെന്റ്, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ. P of A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B complement, that is P of A union B all complement. It is 1 minus P of A union B. P of A union B എന്താണ്? 19/30. 1 minus 19/30 എന്ത് വരും? 11/30. Okay. The next question ഒരെണ്ണം കൂടി ചോദിച്ചിട്ടുണ്ട്. The student opted for NSS but not NCC. അപ്പോൾ P of NSS but not NCC. അപ്പോൾ നമുക്കതൊരു വെൻ ഡയഗ്രാം വെച്ച് ചെയ്യായിരിക്കും കുറച്ചും കൂടി ഈസി. ഓക്കെ. രണ്ട് ഓപ്ഷനാണുള്ളത്, ഇത് NCC, ഇത് NSS. ദെൻ അതൊരു നമ്മൾ ബോക്സിലാക്കി. അപ്പോൾ NCC മൊത്തം എത്ര പേരുണ്ട്? NCC മൊത്തം 32 ഉണ്ട്. ഓക്കെ. 30 ഉണ്ട് NCC മൊത്തം. NSS മൊത്തം 32 ഉണ്ട്. ഓക്കെ. രണ്ടും കൂടി ചൂസ് ചെയ്യാൻ നമുക്കറിയാം. രണ്ടും കൂടി ചൂസ് ചെയ്യുന്ന പറയുമ്പോൾ ഇവിടെ വരും, ദാറ്റ് ഈസ് 24. ഇത് മൊത്തം 30 ആണ്. ഓക്കെ. ഇത് മൊത്തം 30 ആണ്. 24 കോമൺ ആയിട്ട് പോയി, ബാക്കി എത്രയുണ്ട്? 6. ഇത് മൊത്തത്തിൽ 32 ആണ്. 24 ഇവിടെ പോയി, ബാക്കി എത്രയുണ്ട്? ഔട്ട് ഓഫ് 32ൽ 8. സോ NSS മാത്രം ചൂസ് ചെയ്തേ, NSS ബട്ട് നോട്ട് NCC. അപ്പോൾ ഈ പോർഷൻ മാത്രമേ വരുള്ളൂ. അപ്പോൾ അവിടെ എത്ര പേരുണ്ട്? 8. ഓക്കെ. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് അതിൻ്റെ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ 8/60. അപ്പോൾ എന്ത് വരും? 2/15. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ആരെങ്കിലുമൊക്കെ +1 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 10th മാത്സിൻ്റെ സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.